കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ കഴിഞ്ഞ ദിവസം ഒരു അഴിച്ചുപണി നടന്നു. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്ത് നിന്ന് ബൽറാം തെറിച്ചു. പകരം ഈഡൻ വന്നു. അഴിച്ചുപണിക്ക് തീരുമാനിച്ചത് ഗ്രൂപ്പിൽ അംഗങ്ങളായവർ പോലും പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള സൈബർ പോരിന്റെ ഭാഗമായെന്ന കണ്ടെത്തലോടെയായിരുന്നു. സാമൂഹിക മാധ്യമ സെൽ പുതുക്കി പണിയണമെന്ന ദീപാദാസ് മുൻഷി റിപ്പോർട്ടിനെ തുടർന്നാണ് AICC നിർദ്ദേശം നൽകിയത്. സോഷ്യൽ മീഡിയ കൺവീനർ ആയിരുന്ന ഡോക്ടർ പി സരിൻ CPM-ലേക്ക് ചേക്കേറിയ ശേഷം കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തെ പുതുക്കി പണിതിരുന്നില്ല. KPCC ഡിജിറ്റൽ മീഡിയ സെൽ രൂപീകരിച്ചതിനു ശേഷം അതിന്റെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെയാൾ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയായിരുന്നു. അനിൽ ആന്റണി ഈ പദവിയിലിരിക്കെയാണ് BJP-യിൽ ചേർന്നത്. പകരം ചുമതല ലഭിച്ച ഡോക്ടർ പി സരിനും പുറത്തേക്ക് പോയി. സരിൻ പുറത്തു പോകുമ്പോൾ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത്. പിന്നാലെ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിനെ നിയമിച്ചു. ഇപ്പോൾ ബൽറാമിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. നേതാക്കളടക്കം സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി വന്നതോടെയാണ് മാറ്റം. MP മറ്റൊരു വൈസ് പ്രസിഡന്റുമായ ഹൈബി ഈഡന് ചുമതല നൽകി. AICC-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേര് സോഷ്യൽ മീഡിയ സെൽ എന്നാക്കി മാറ്റുകയും ചെയ്തു. സെല്ലിന്റെ ചുമതല ഒഴിയുകയാണെന്ന് നേരത്തെ ബൽറാം KPCC അറിയിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപായി പുകയില ഉൽപ്പന്നങ്ങൾക്കടക്കം GST കുറച്ചതിനെ വിമർശിച്ച് BD-യും ബീഹാറും തുടങ്ങുന്നത് B-യിലാണ് എന്ന് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പേജിൽ വന്ന പോസ്റ്റ് വിവാദമായപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചുമതല ഒഴിയാനുള്ള സന്നദ്ധത ആവർത്തിച്ചു. എന്നാൽ തുടരാൻ നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണമുയർന്നതോടെ രാഹുലിനെ പിന്തുണച്ചും അദ്ദേഹത്തെ ശക്തമായി തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അധിക്ഷേപിച്ചും കോൺഗ്രസ് സൈബർ ഇടത്തിൽ പോസ്റ്റുകൾ നിറഞ്ഞു. ഒരു ഘട്ടത്തിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും സൈബർ അതിക്രമത്തിനിരയായി. ഇക്കാര്യങ്ങളെല്ലാം ദീപാദാസ് റിപ്പോർട്ടിൽ AICC നേതൃത്വത്തെ അറിയിച്ചു. രാഹുൽ മങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരെ നിയന്ത്രിക്കാൻ ഹൈബി ഈഡന് സാധിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം.